കേരളത്തിലെ CPM-ന്റെ സമുന്നതരായ നേതാക്കൾ ജനങ്ങൾക്ക് നടക്കേണ്ട വാഹനം ഓടിക്കേണ്ട വഴിയുടെ നടുക്ക് സ്റ്റേജ് കെട്ടി അതിന് മുകളിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ എന്ന് പോലീസിനോട് ചോദിക്കുമ്പോൾ പോലീസിന് എന്തുകൊണ്ടാണ് അട്ടത്തേക്ക് നോക്കേണ്ടി വരുന്നത്? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ അന്വേഷിക്കേണ്ട ചുമതല പോലീസിനല്ലേ? ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും. ഞാൻ രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് അവിടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നടക്കാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിനൊരു പോക്കേ. തടയേണ്ട പോലീസ് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയ പ്രശ്നം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടത്തില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. ഭരണത്തിന്റെ തണവിലിൽ ഒരു തോന്നിവാസവും കാണിക്കാൻ പാടില്ല എന്ന തീരുമാനമെടുത്ത പാർട്ടിയാണ് CPIM. വെറുതെ കിടന്ന് ഉരുളാദാശനെ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. പാർട്ടിയുടെ പ്രമേയം തന്നെ പറയുന്നത് മാതൃകാപരമായ കാര്യങ്ങൾ മാത്രമേ പാർട്ടി ചെയ്യാൻ പാടുള്ളൂ. അത്രയും വേണോ? വേണം. കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്കി. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഇവിടെ വഞ്ചൂര് ഞങ്ങളുടെ സമ്മേളനം നടത്തിയത് തെറ്റിപ്പോയി. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യപരമായി കാര്യങ്ങൾ നടക്കണമെന്ന അഭിപ്രായമുള്ളവരാ ഞങ്ങൾ. എങ്ങനെ മനസ്സിലാക്കണ്ട. നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. ഇവിടെ അദ്ദേഹം അനിൽകുമാർ കുറെ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തു. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. പാർട്ടിയുടെ അധികാരത്തിലിരിക്കുന്ന ഹുങ്കിന്റെ മാത്രം ബലത്തിൽ നടു റോഡ് കയ്യേറി സമ്മേളനം നടത്തിയിട്ട് അതിനെ മറ്റു പല കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. ഇവിടെ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ മേയർക്ക് കാറ് വട്ടം ഇട്ട് റോഡിന് നടുവിൽ വട്ടം പാർക്ക് ചെയ്ത് KSRTC ബസ് തടയാം. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഇവിടെ ഹാളിൽ നടത്തിയാലേ, ഇവരുടെ ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഹാളിൽ നടത്തിയാൽ പാർട്ടിയിലെ നേതാക്കന്മാർ പുറത്തു നിന്ന് പൂട്ടിയിടുമെന്ന് പേടിച്ചിട്ടായിരിക്കും പൊതുവഴി കയ്യേറിക്കൊണ്ട് ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്നത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വനായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഈ അനിൽകുമാറിന്റെ നാണവും മാനവും ഒക്കെ ഞാൻ ചോദിക്കുന്നില്ല, അതൊക്കെ ഓരോരുത്തരെയും കഴിവാണല്ലോ. പക്ഷേ കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്റെ എല്ലാ മാനവും പോയി. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യയാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ. മർഡറേഴ്സ് ആണ് ഇവര്. മതി. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.